എൻ്റെ പേര് ലിജിമോള്. ഞാൻ ഏറ്റുമാനൂരിൽ നിന്ന് വരുന്നു. ഞാൻ പാട്നയിലാണ് ജോലി ചെയ്യുന്നത് നേഴ്സായിട്ട്. 10 വർഷമായിട്ട് കുട്ടികളൊന്നും ആയില്ലായിരുന്നു. ഒരു 3 വർഷത്തോളം ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു. എന്നിട്ടും ഫലമൊന്നും ഉണ്ടായില്ല. പള്ളികളിലൊക്കെ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അന്ന് എനിക്ക് നല്ലതായിട്ട് പ്രാർത്ഥനയൊന്നും ഇല്ലായിരുന്നു. എന്നാലും നമ്മുടെ ആവശ്യങ്ങളാണെന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഒരു കസിന് എന്നോട് കൃപാസന മാതാവിനെക്കുറിച്ച് ഇങ്ങനെ പറയുകയുണ്ടായി. അപ്പം എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത ഒരവസ്ഥയായതുകൊണ്ട് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത്. അത് എടുക്കാൻ നേരത്തൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നോക്കിയിട്ട് ഫോണിനകത്ത് നോക്കിയിട്ടൊന്നും മനസ്സിലായില്ല. അപ്പോൾ പിന്നെ ഒരു ദിവസം രാത്രിയിലിരുന്ന് ഇങ്ങനെ കുറച്ച് നേരം കുത്തി ഇരുന്ന് നോക്കിയിട്ട് എനിക്ക് കിട്ടി. അപ്പോൾ എനിക്കൊരു വലിയൊരു സന്തോഷമായി. ഞാനിപ്പോൾ 6 കാര്യങ്ങളും വെച്ചത് ഈ ഒരൊറ്റ കാര്യമാണ്. എനിക്ക് ഒരു പെൺകുഞ്ഞിനെ വേണമെന്നായിരുന്നു പറഞ്ഞത്. അതിനു വേണ്ടിയിലാണ് ഞാൻ ഈ 6 കാര്യവും പറഞ്ഞത്. അതിനല്ലാതെ വേറെ എനിക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാലും ഞാൻ ഇത് മാത്രമേ വെച്ചുള്ളൂ. കാരണം ആരും കാണാതെയും കണ്ടുകൊണ്ടുമൊക്കെ ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ 6 കാര്യം വെച്ചതിൽ ഈ ഒരു കൊച്ചിൻ്റെ കാര്യം, അത് ഒറ്റ കാര്യം മാത്രമേ ഞാൻ വെച്ചത്. അന്നേരം ഇപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇത് വെക്കുമ്പോഴത്തേക്ക് എനിക്കൊരു അടയാളം തരണം. അതായത് എനിക്ക് ഒരു കുഞ്ഞുണ്ടാവും എന്നുള്ളൊരു അടയാളം തരണമെന്ന് പറഞ്ഞു. അപ്പം 2022 ജൂൺ ലാസ്റ്റ് ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് ഞാൻ പ്രതീക്ഷ പ്രാർത്ഥനയൊക്കെ ചൊല്ലി രാത്രി കിടന്നു. രാവിലെ ആയപ്പോഴത്തേക്ക് ഞാൻ വെളുപ്പിനെ സ്വപ്നം കണ്ട് ഞാൻ ഒരു കുഞ്ഞിനെ ആയിട്ട് ഇവിടെ കിടക്കുന്നത്, അതായത് പ്രസവിച്ച് കിടക്കുന്നതാണ് സ്വപ്നം കണ്ടത്. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. ഞാൻ എല്ലായിടത്തും വീട്ടുകാരുടെ അടുത്തൊക്കെ പറയുകയൊക്കെ ചെയ്തു. പിന്നെ അങ്ങനെ ഒത്തിരി പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് എൻ്റെ ഹസ്ബൻഡിനെ വിളിക്കണമല്ലോ, പാട്നയിലാണ്. അപ്പോൾ പുള്ളിക്കാരൻ വരാമെന്ന് പറഞ്ഞ് സെപ്റ്റംബർ 9 വന്ന് 2022 സെപ്റ്റംബർ 9 വന്ന് ഒക്ടോബർ, ഞാൻ പറഞ്ഞത് 3 മാസത്തിനുള്ളിൽ എനിക്ക് എൻ്റെ കാര്യം സാധിച്ചു തരണം. അതുവരെയൊന്നും ഹസ്ബൻഡ് അവിടെ നിൽക്കത്തൊന്നുമില്ല. അപ്പം സെപ്റ്റംബറിൽ 9 വന്ന് സെപ്റ്റംബർ 9 വന്ന് ഒക്ടോബർ 29 ജപമാല റാലി ആയിരുന്നു ഇവിടെ. അപ്പോൾ ആ സമയത്ത് പ്രഗ്നൻസി കിറ്റൊക്കെ മേടിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം അന്നെനിക്ക് എനിക്ക് പറ്റിയില്ല നോക്കാനായിട്ട്. ഞാൻ നവംബർ 1 നോക്കിയപ്പം പോസിറ്റീവാണെന്ന് കാണിച്ചു. ഞാൻ വളരെയധികം സന്തോഷിച്ചു. എൻ്റെ ജീവിതത്തിൽ ഇത്രയും സന്തോഷിച്ച ഒരു ദിവസം ഇല്ലെന്ന് വേണം ഞാൻ പറയാം. ഒത്തിരി സന്തോഷിച്ചു. അതിന് മുന്നേ എൻ്റെ കൂട്ടുകാരി കുവൈറ്റിൽ പോകാനായിട്ട് ഒരു 6 മാസം മുന്നേ എന്നോട് പറഞ്ഞു, കുവൈറ്റിൽ പോകാം, നീ വരുന്നോ, ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ കുവൈറ്റിൽ വരുന്നില്ല, അന്നേരം ഇപ്പം ഞാൻ പ്രസവിച്ച് കിടക്കുമായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് കുട്ടി ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇത്രയും വർഷമായിട്ട് ഞാൻ ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇങ്ങനെ ഉറപ്പായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പം അങ്ങനെ എന്നെ മാതാവ് പറയിപ്പിച്ചതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം അതുകൊണ്ട് എനിക്ക് ഈ മാതാവ് തന്ന ഈ അനുഗ്രഹത്തിന് 1000 നന്ദി. ഈശോയ്ക്കും മാതാവിന് 1000 നന്ദി അർപ്പിക്കുന്നു. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. എൻ്റെ മോളുടെ പേര് ഏഞ്ചൽ മരിയ റിജൂന. ലിജിമോൾ എന്ന സഹോദരി കൃപാസനത്തിലെ ആൾക്കാരിൽ വന്ന് ഇപ്പോൾ സാക്ഷ്യം പറഞ്ഞ വിഷയം എന്ന് പറയുന്നത് 10 വർഷമായിട്ട് ഇവർക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ജൂൺ മാസം അവസാനമാണ് ഈ സഹോദരി ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത്. കുറച്ച് നാൾക്ക് മുമ്പും ഇങ്ങനത്തെ സമാനമായിട്ടൊരു സാക്ഷ്യം ഈ ആൾക്കാരിൽ പറഞ്ഞത് ഇപ്രകാരമാണ്. ആ സഹോദരിയും ഇതേപോലെ തന്നെ മരിയൻ ഉടമ്പടിയിലായിരുന്നു. ഹസ്ബൻഡ് 3 മാസം മാത്രമുള്ള ലീവുള്ളൂ. നമുക്കറിയാം, ഇത്രയും 10 വർഷം നടക്കാത്തൊരു വിഷയമാണ് ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ നമ്മൾ വെച്ച് പ്രാർത്ഥിക്കുന്നത്. സങ്കീർത്തകൻ 89:11 സങ്കീർത്തനം 11 തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, ആകാശം അങ്ങയുടേതാണ്, ഭൂമി അങ്ങയുടേതാണ്. ദൈവമാതാവിന് സ്ഥലത്തിൻ്റെ മേലും സമയത്തിൻ്റെ മേലും മധ്യസ്ഥ സ്വാധീനമുണ്ട്, അധികാരമുണ്ട്. അതായത് ദൈവമഹത്വം വെളിപ്പെടുത്തുന്നതിനായി ആദ്യത്തെ അത്ഭുതം കാനായിൽ നടക്കണമെന്ന് തീരുമാനിച്ചത് ദൈവമാതാവാണ്. കാരണം ദൈവമാതാവാണ് ഈശോയോട് പറയുന്നത് അവർക്ക് വീഞ്ഞില്ല എന്ന്. അപ്പോൾ സമയമായിട്ടില്ല എന്ന് ഈശോ പറയുമ്പോൾ ദൈവമാതാവ് പറയും, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവാൻ. അപ്പോൾ ആ സമയവും ദൈവമഹത്വത്തിൻ്റെ സമയവും നിശ്ചയിക്കുന്നത് ദൈവമാതാവാണ്. അപ്പോൾ ഈ സഹോദരി ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത്. ഇപ്പോൾ ജൂൺ മാസം അവസാനം മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. സാക്ഷ്യത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞതുപോലെ നവംബറിൽ സഹോദരിയുടെ ഹസ്ബൻഡ് അവിടെ വന്നു, പാട്നയിൽ വന്നു.
നവംബറിൽ ഫസ്റ്റ് വീക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു. ഇതെല്ലാം നമുക്കറിയാം ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിച്ചാലല്ലാതെ ഇങ്ങനെ ഒരു അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ നടക്കില്ല. കാരണം ആകാശം അങ്ങയുടേതാണ്, ഭൂമി അങ്ങയുടേതാണ്. മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഈ സമയവും അതുപോലെ തന്നെ സ്ഥലവും നമ്മൾ നിബന്ധനകൾ വിശ്വസ്താപൂർവ്വം പാലിച്ചു കഴിയുമ്പോൾ ഇതെല്ലാം നമ്മുടെ പരിധിയിൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിൻ്റെ ഇതിന് മുമ്പ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു സാക്ഷ്യം ഇതേപോലത്തെ തന്നെ സിമിലർ ഒരു തീർത്ഥാടക ഉടമ്പടി എടുത്ത സഹോദരിയുടെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ മരിയൻ ഉടമ്പടി വിളയാട്ടി കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.